പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ചൊല്ലുന്നു. എന്നൊരു ചിന്തയ്ക്ക് ആധാരം നാം എടുത്തിരിക്കുന്ന വേദഭാഗം, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. നമ്മുടെ പ്രത്യാശ മനുഷ്യരിലായിരിക്കരുത്, നമ്മുടെ പ്രത്യാശ ദൈവത്തിങ്കലായിരിക്കണം. നമ്മുടെ പ്രത്യാശ ഡോക്ടറിലായിരിക്കരുത്, നമ്മുടെ പ്രത്യാശ ദൈവത്തിങ്കലായിരിക്കണം. നിങ്ങളുടെ ഹൃദയം ദൈവത്തിങ്കിൽ ഉറച്ചിരുന്നുകൊണ്ട് ദൈവത്തിന്റെ സന്നിധി പ്രത്യാശയോടിരിക്കുമ്പോൾ, പ്രത്യാശയിൽ ദൈവത്തിലുള്ള പ്രത്യാശയിൽ നിലനിൽക്കുന്ന മനുഷ്യനെ ധൈര്യപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, യഹോവയെങ്കിൽ എന്ത് ചെയ്യുക? പ്രത്യാശ വയ്ക്കണം. നമ്മുടെ ഹൃദയം ഉറച്ചിരിക്കണം, നമ്മുടെ ഹൃദയം ധൈര്യപ്പെട്ടിരിക്കണം. അതേ യഹോവയെങ്കിൽ തന്നെ എന്ത് ചെയ്യുക? പ്രത്യാശ വയ്ക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നാം പ്രത്യാശകൾ വെക്കുന്നവരാ. പക്ഷെ പലപ്പോഴും മനുഷ്യരെ നമ്മൾ പ്രത്യാശ വെക്കുമ്പോൾ അവരിങ്ങനെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, അവരെനിക്ക് വേണ്ടി കരുതും, അവരെനിക്കുണ്ടല്ലോ എന്നൊക്കെ നാം പ്രത്യാശകൾ മനുഷ്യരിൽ വെക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ പലപ്പോഴും വിഫലമാകുന്ന, ഫലമില്ലാതെ പോകുന്ന അനുഭവങ്ങൾ ഉണ്ട്. എന്നാൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയം ധൈര്യപ്പെട്ടിരിക്കും. അവന്റെ ഹൃദയം ഉറച്ചിരിക്കും. എന്ത് പ്രതികൂലങ്ങൾ, ഏത് പ്രതികൂലങ്ങൾ അവന് കടന്നു വന്നാലും ദൈവത്തിൽ പ്രത്യാശ വെക്കുന്നവനെ എന്ത് ചെയ്യുക? കുലുങ്ങിപ്പോകുവാൻ ഹല്ലേലൂയ ദൈവം ഇടപെടുത്താൻ അവൻ കുലുങ്ങിപ്പോകത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൽ പ്രത്യാശ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അവൻ നിലനിൽക്കുവാൻ കഴിയും. പ്രത്യാശ ദൈവത്തിങ്കിൽ. നമുക്കറിയാം, ഈ വേദഭാഗത്തോടനുബന്ധം നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത് ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതുക. ദാവീദ് പലതവണ എന്ത് ചെയ്യുക? നിരാശപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം തന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിലുള്ള ആശ്രയമാണ് ദാവീദിനെ വഴി നടത്തിയത്. ദാവീദ് സേവിച്ച ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആകയാൽ ദൈവത്തിന് എന്ത് ചെയ്യുക? പ്രത്യാശ വെക്കണം. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. നിരാശ കൊണ്ടൊരു ദൈവമല്ല. ഹല്ലേലൂയ. പിശാചാണ്. പ്രതികൂലം പ്രത്യാശ തരുന്ന ദൈവത്തെയാണ് നാം എന്ത് ചെയ്യുക? വിശ്വസിക്കണം. ആകെ നിരാശപ്പെട്ടു പോകാതെ പ്രത്യാശയെ ദൈവസന്നിധിയിലായിരിക്കാൻ നാം ആയിരിക്കണം. നിരാശയെ പ്രതിരോധിക്കാനുള്ള ആത്മീയ ആയുധമാണ് പ്രത്യാശ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഏലിയാബ് എന്ന് പറയുന്ന മനുഷ്യൻ നിരാശയോടെ ചൂരച്ചെടിയില് തണല് മരിക്കുവാനിടുന്ന ആ മനുഷ്യൻ തന്റെ മരണത്തിന് വേണ്ടി ആഗ്രഹിച്ചു. പക്ഷെ മരണമല്ല കർത്താവ് കൊടുത്തത്, ജീവനാ കൊടുത്തത്. നമുക്കത് അതുകൊണ്ട് എന്ത് ചെയ്യാം? പ്രത്യാശയോടെ നിൽക്കുന്ന മനുഷ്യനെ, ക്ഷീണിച്ചു പോണ മനുഷ്യനെ ധൈര്യപ്പെടുത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. നമുക്കറിയാം, ദാവീദ് പറയുന്ന മനുഷ്യനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, കാരണം ദാവീദ് ജീവിതത്തിലേക്ക് നാം എത്തി നോക്കുമ്പോൾ, തന്റെ ചെറുപ്പകാലത്ത് പോലും ഹല്ലേലൂയ താൻ ഒറ്റപ്പെട്ട അനുഭവങ്ങളുടെ കടന്നുപോയി. ജോലി ചെയ്യാൻ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. താനെ വെളിയിൽ നിന്ന് കഷ്ടപ്പെടുക, എന്ത് ചെയ്യാ? വീടിന് വേണ്ടി ഹല്ലേലൂയ കഷ്ടപ്പെടുന്ന തന്റെ കൂടെയുള്ളവര് അകത്ത് സന്തോഷിക്കുമ്പോൾ ദാവീദ് പലപ്പോഴും കാട്ടിനുള്ളിൽ കഠിനമായ മൃഗങ്ങളുള്ള, അല്ലെങ്കിൽ തന്നെ കുന്നുകളയുന്ന, നശിപ്പിച്ച് കളയുന്ന മൃഗങ്ങൾ, കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ളിടത്ത് താൻ വേല ചെയ്യുകയാണ്, കഷ്ടപ്പെടുകയാണ്. ഹല്ലേലൂയ. ആടുകളുമായി താൻ രസിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ വീട്ടിൽ ഒരു സന്തോഷത്തിനോ വീട്ടിലുണ്ടാകുന്ന ആഘോഷങ്ങൾക്കോ ദാവീദിനെ വിളിക്കുകയില്ലായിരുന്നു. പലപ്പോഴും നമ്മളെയും അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ എന്തെങ്കിലും സന്തോഷമാണെങ്കിൽ, നമ്മുടെ സഹോദരന്മാരുടെ ഇടയിൽ എന്തെങ്കിലും സന്തോഷമാണെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളെ പലപ്പോഴും ഒഴിവാക്കും. കാരണം അവർ നോക്കുമ്പോഴുള്ള യോഗ്യത നമുക്കില്ല. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിലേക്ക് നാം പിന്നെ നോക്കുകയാണെങ്കിൽ, ദാവീദിനെ തന്റെ വീട്ടുകാരെല്ലാം ഒഴിവാക്കി തന്നെ സ്നേഹിക്കുന്നവർ അകറ്റി നിർത്തി. ദാവീദിന് ഹല്ലേലൂയ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ തന്റെ വീട്ടുകാരെല്ലാം താൻ എന്ത് ചെയ്യുക? ഞെരുക്കത്തിലൂടെ കടന്നുപോയി. പക്ഷെ എന്നാൽ ദൈവം ദാവീദിന് വിശാലത വരുത്തി. ഹല്ലേലൂയ. ദൈവം ദാവീദിനെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. മനുഷ്യൻ തള്ളിക്കളഞ്ഞു, മനുഷ്യൻ നിന്ദിച്ചു കളഞ്ഞു. മനുഷ്യൻ എങ്ങനെയെങ്കിലും ദാവീദിനെ ഒഴിവാക്കി. മനുഷ്യൻ എങ്ങനെയും ഒഴിവാക്കണം. ഇനി ഇവനെ വേണ്ട, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഇനി ഇവന് കൊള്ളത്തില്ല, ഞങ്ങളുടെ കൂടെ നിർത്താൻ ഇവനെ കൊള്ളത്തില്ല, അതൊന്നും കഴിവില്ല, അവൻ ബലഹീനന്നൊക്കെ പറഞ്ഞ ദാവീദിനെ ഒഴിവാക്കിയപ്പോൾ നോക്കുക, സ്വർഗത്തിലെ ദൈവം തന്റെ ദാസനായ ശമൂവേലിനെ അയച്ച് ഹല്ലേലൂയ വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടി ദാവീദിനെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാ മനുഷ്യൻ നമ്മെ ഒഴിവാക്കുമ്പോൾ ദൈവം നമ്മെ തിരഞ്ഞെടുക്കും. മനുഷ്യൻ നാം കൊള്ളില്ലെന്ന് പറയുമ്പോൾ ദൈവം നമ്മെ കൊള്ളാമെന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കും. പിന്നെ നമുക്ക് കാണുവാൻ കഴിയും, ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു. കാട്ടിലെ ഹല്ലേലൂയ, ആമീൻ ഹല്ലേലൂയ, കാട്ടിൽ നിന്ന് ദൈവം നാട്ടിലേക്ക് പുറപ്പെട്ടു അഭിഷേക തലം തന്നെ മേൽ അയച്ചു. യിസ്രായേലിന്റെ വലിയ രാജാവായി ദൈവം ഹല്ലേലൂയ യാക്കോബിന്റെ ജീവിതത്തിൽ ദാവീദിന്റെ ജീവിതത്തെ മാറ്റുവാനിടയായി. പിന്നെ ദൈവം ദാവീദിന്റെ ജീവിത കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോഴും അവിടെ എല്ലാം തന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചുകൊണ്ടാണ് അവൻ ദാവീദ് ജീവിക്കുവാൻ ഇടയായത്. അതുകൊണ്ട് പ്രിയ ദൈവ പൈതലേ, താങ്കൾ നിരാശപ്പെട്ടിരിക്കുകയാണോ? അവൻ തളർന്നു പോകരുത്. ഏലിയാവിനെ ബലപ്പെടുത്തിയ ദൈവം നമ്മയും ബലപ്പെടുത്തിയ ശക്തനാണ്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഭക്തന്മാർ കടന്നു പോയ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ഹല്ലേലൂയ അവരെ പിടിച്ച് എഴുന്നേൽപ്പിച്ച ദൈവം കൂടെയുണ്ട്. നമുക്കറിയാം ഹല്ലേലൂയ, പൊട്ടക്കിന് തള്ളിയിട്ട യോസഫിന്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ദൈവം വരുത്തിയില്ലേ? ദാനിയേലിന്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുത്തിയില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വ്യത്യാസങ്ങളെ വരുത്തും. കുടുംബത്തിനകത്ത് നിങ്ങൾ പക്ഷെ തകർന്നിരിക്കാം. കുടുംബത്തിനകത്ത് നിങ്ങൾക്കൊരു അവകാശം ലഭിക്കുന്നില്ലായിരിക്കും. കുടുംബത്തിനകത്ത് നിങ്ങൾക്ക് ഹല്ലേലൂയ ഒരു നന്മ ലഭിക്കുന്നില്ല. അവിടെ നിങ്ങൾക്ക് ഉള്ളിലായിരിക്കാം, നിങ്ങളെ വേണ്ടായിരിക്കാം, നിങ്ങളെ അകറ്റി കളയുമായിരിക്കും, നിങ്ങൾക്ക് സമാധാനം നൽകാതിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥത. കുടുംബത്തിനകത്ത് സ്നേഹമില്ലാതെ നിങ്ങളെ പലപ്പോഴും അകറ്റി നിർത്തി അവരെ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ രോഗത്തിന് അനുഭവം കടന്നു പോകുന്നതായിരിക്കാം ഈ ദൈവശബ്ദം. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, അവൻ നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അവൻ കഷ്ടതയിൽ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ കൈപിടിച്ച് നടന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ പഴയ സ്ഥിതിയിൽ കിടക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കഷ്ടതയിൽ നിന്ന്, പഴയ സ്ഥിതിയിൽ നിന്ന് പുതിയതിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരും. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കുക, ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തോട് പ്രത്യാശ, അത് യഹോവയുടെ പ്രത്യാശ ഉള്ള ഏവരുമേ ധൈര്യത്തിന് നിങ്ങൾ ഹൃദയം ഉറയ്ക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം ഉറയ്ക്കണം. നിങ്ങളുടെ ഹൃദയം കർത്താവിന് പ്രത്യാശ വെച്ച് നിങ്ങളുടെ ഹൃദയം ഉറയ്ക്കണം. കർത്താവ് നിന്നെ വിടുവിക്കും. കർത്താവ് എനിക്ക് വഴി തുറന്നു വരുമെന്ന് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് പ്രത്യാശിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുമെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ ഇടയാകും. അവൻ ദൈവത്തിന്റെ വചനത്തിൽ പ്രത്യാശ വയ്ക്കുക. ദൈവത്തിന്റെ ഹല്ലേലൂയ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. പക്ഷെ നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ സാഹചര്യം ഉണ്ടാക്കിയവരാണ് നമ്മൾ എന്ത് ചെയ്യുക? എതിർത്ത് നിൽക്കുന്നത്. പക്ഷെ ദൈവത്തെ ഏത് സാഹചര്യങ്ങളാണെങ്കിലും ആ ദൈവത്തെ നോക്കി മൗനമായിരിക്കുവാൻ നിങ്ങൾ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, നിങ്ങളുടെ പ്രത്യാശ ദൈവത്തിന് വരും. അവൻ സാഹചര്യങ്ങളെ ഒരുക്കുന്നവരല്ല, അവരെ പോലും വ്യാപരിക്കുന്ന പൈശാചിക മേഖലയുണ്ട്. അതിനെ മനസ്സിലാക്കി ഹല്ലേലൂയ നിങ്ങൾ താഴ്ന്നുപോലെ ഉറച്ചു നിൽക്കുവാൻ ദൈവം നമ്മെ ഒന്നിച്ച് സഹായിക്കട്ടെ. കർത്താവ് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ മാനിക്കട്ടെ. സ്തോത്രം.